Hello students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് JEE പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് IUPAC നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ തിയറിയും ഏകദേശം പറഞ്ഞു തരിക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സീരീസിൽ കൂടി ലക്ഷ്യമിടുന്നത്. അതായത് നമുക്ക് നോക്കാം, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു IUPAC സിസ്റ്റം ദ കോമ്പൗണ്ട് ഈസ് നെയിംഡ് ആസ് എന്താണെന്നാണ് നമുക്കത് നോക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ആ കോമ്പൗണ്ട് ഞാനൊന്ന് വരയ്ക്കുവാണ്. സോ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കോമ്പൗണ്ട്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം. അപ്പം നമ്പർ ചെയ്യാനായിട്ട് നമുക്കിവിടെ കുറേ റൂൾസ് ഉണ്ട്. എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ ആയിരിക്കണം എന്നൊക്കെയുള്ള ഒരുപാട് റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കോമ്പൗണ്ടിൽ OH, വാട്ട് ഈസ് OH ഗ്രൂപ്പ്? OH ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ആൽക്കഹോളാണ്. അതുകൂടാതെ ഡബിൾ ബോണ്ടും ഉണ്ട്. അപ്പോൾ ഇവരിൽ ആർക്കാണ് ലോവസ്റ്റ് നമ്പർ വരേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ആൽക്കഹോളിനാണ്. നിങ്ങൾക്കറിയാം പ്രയോറിറ്റി ഓർഡർ, നിങ്ങൾക്കറിയാം എന്താണ് പ്രയോറിറ്റി ഓർഡർ? ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പ്രയോറിറ്റി ആദ്യം COOH ആണ്, പിന്നീട് SO3H സൾഫോണിക് ആസിഡ് ആണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എസ്റ്റർ ആണ്, COOR ആണ്, അത് കഴിഞ്ഞാൽ നമ്മുടെ ആസിഡ് ക്ലോറൈഡ് ആണ്, അത് കഴിഞ്ഞാൽ അമൈഡ് ആണ്, CONH2 ആണ്, അത് കഴിഞ്ഞാൽ നൈട്രൈൽ CN ആണ്, അത് കഴിഞ്ഞാൽ ആൽഡിഹൈഡ് ആണ്, CHO, അത് കഴിഞ്ഞാൽ കീറ്റോൺ ആണ്, C ഡബിൾ ബോണ്ടോ, അത് കഴിഞ്ഞാൽ നമ്മുടെ ആൽക്കഹോൾ ആണ്, OH ആണ്, അത് കഴിഞ്ഞാൽ അമീൻസ് NH2, അത് കഴിഞ്ഞാൽ കാർബൺ ഡബിൾ ബോണ്ട്, അത് കഴിഞ്ഞാൽ കാർബൺ ട്രിപ്പിൾ ബോണ്ട്. ഇതാണ് നമ്മളുടെ പ്രയോറിറ്റി, ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പ്രയോറിറ്റി ഓർഡർ ഇതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് OHഉം പിന്നെ ഒന്ന് ഡബിൾ ബോണ്ടും ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് OHനാണ് ഇവിടെ പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ OH മസ്റ്റ് ഗെറ്റ് ദി ലോവസ്റ്റ് നമ്പർ. അപ്പോൾ നമുക്ക് ഇതിനൊരു നമ്പർ ചെയ്യുമ്പോഴത്തേക്ക് 1, പിന്നെ നമ്മൾ ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയാൽ തെറ്റാണ്. അത് നമ്മൾ 2 ഇങ്ങനെ പോകണം. 2, 3, 4, 5, 6. അപ്പോൾ ഇതാണ് നമ്മൾ നമ്പർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പേര്, എപ്പോഴും ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പേരിനകത്ത് നമുക്ക് ഇത്രയും കമ്പോണൻസ് ഉണ്ട്. ഒന്ന് സെക്കൻഡറി പ്രിഫിക്സ് പ്ലസ് പ്രൈമറി പ്രിഫിക്സ് പ്ലസ് റൂട്ട് നെയിം പ്ലസ് പ്രൈമറി സഫിക്സ് പ്ലസ് സെക്കൻഡറി സഫിക്സ്. ഇത്രയാണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ നെയിമിനകത്ത് വരുന്ന കമ്പോണൻസ്. ഇതെപ്പോഴും എല്ലാ കോമ്പൗണ്ടിനും ഈ കമ്പോണൻസ് എല്ലാം വരണമെന്നില്ല, പക്ഷേ ഇതാണ് ജനറലി ഉള്ള ഒരു കമ്പോണൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി പ്രിഫിക്സ് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പും പേരന്റ് ചെയിനും അല്ലാതെ ഉള്ള ഗ്രൂപ്പ്സുകളൊക്കെയാണ് സെക്കൻഡറി പ്രിഫിക്സ്. അപ്പോൾ സെക്കൻഡറി പ്രിഫിക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഡിനോട്ട്സ് ദി സബ്സ്റ്റിറ്റ്യൂവൻസ്. ഇനി പ്രൈമറി പ്രിഫിക്സ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇറ്റ് ഡിനോട്ട് സൈക്ലിക് കോമ്പൗണ്ട്സ്. നമ്മൾ സൈക്ലോ പോലെയുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. റൂട്ട് നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരന്റ് ചെയിനിൽ എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റമാണ് സൂചിപ്പിക്കുന്നത്. ഇനി പ്രൈമറി സഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചർ ഓഫ് കാർബൺ ബോണ്ടാണ്. ഇപ്പോൾ കാർബൺ ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, കാർബൺ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE, കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE ഒക്കെയാണ് നമ്മൾ പ്രൈമറി സഫിക്സ് ആയിട്ട് എഴുതുന്നത്. സെക്കൻഡറി സഫിക്സ് ആയിട്ട് എഴുതുന്നത് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പം നമ്മളിപ്പോൾ ആൽക്കഹോൾ ആണെങ്കിൽ OL ആയിരിക്കും, കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ OIC ആസിഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ NCERTയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് റിവൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു കോമ്പൗണ്ട് നോക്കുമ്പോഴത്തേക്ക് ഈ കോമ്പൗണ്ടിൽ നമ്മുടെ പേരന്റ് ചെയിനിൽ വേറെ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലാതെ വേറെ സബ്സ്റ്റിറ്റ്യൂവൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പം സെക്കൻഡറി പ്രിഫിക്സ് ഈ കോമ്പൗണ്ടിന് ഇല്ല. അപ്പോൾ പ്രൈമറി പ്രിഫിക്സ് ഉണ്ട്, കാരണം ദിസ് ഇസ് എ സൈക്ലിക് കോമ്പൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ എഴുതും സൈക്ലോ പ്ലസ് പ്രൈമറി പ്രിഫിക്സ് ആണ് സൈക്ലോ. ഇനി റൂട്ട് നെയിം, നമ്മുടെ പേരന്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6. സോ റൂട്ട് നെയിം ഈസ് ഗോയിങ് ടു ബി ഹെക്സ്. ഓക്കെ. ഇനി പ്രൈമറി സഫിക്സ് ആണ്. പ്രൈമറി സഫിക്സ് ഐ ഓൾറെഡി ടോൾഡ് യു എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ കാർബൺ നേച്ചർ, ബോണ്ട് നേച്ചർ. അപ്പോൾ കാർബൺ ഡബിൾ ബോണ്ട് ഇവിടെയുണ്ട്. നമ്മുടെ കോമ്പൗണ്ടിൽ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രൈമറി സഫിക്സ് എന്താണ്? ENE. ആൻഡ് കാർബൺ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ എത്രയാണ്? 2 ആണ്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കും ഹെക്സ് 2ENE, പ്രൈമറി സഫിക്സ് ENE പ്ലസ്.
ഇനി സെക്കൻഡറി സഫിക്സ്, ഞാൻ ഓൾറെഡി പറഞ്ഞു സെക്കൻഡറി സഫിക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു എന്താണ്, ആൽക്കഹോൾ ആണ്. ആൽക്കഹോളിന്റെ സെക്കൻഡറി സഫിക്സ് എന്ന് പറയുന്നത് OL ആണ്. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇനി സെക്കൻഡറി സഫിക്സ് ഒരു വൗവലിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, വൗവൽ EIOUയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രൈമറി സഫിക്സിൽ നിന്ന് ഈ അങ്ങ് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഇതങ്ങോട്ട് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ നെയിം ആയി കഴിഞ്ഞു. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി കോമ്പൗണ്ട്? നമ്മൾ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ സൈക്ലോ ഹെക്സ് 2-enol, സൈക്ലോ ഹെക്സ് 2-enol. സോ അങ്ങനെ ഒറ്റൊരു ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാണ് നമുക്കിവിടെ ഉള്ളത്? ഓപ്ഷൻ B ആണ് നമ്മുടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്, ദ സ്ട്രക്ചർ ഓഫ് 4-methyl pent-2-enol എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് അവിടെ റൂട്ട് നെയിം പെന്റ് ആണ്. പെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്, അവിടെ 5 കാർബൺ ആറ്റംസ് ഉണ്ട് നമ്മുടെ പേരന്റ് ചെയിൻ. അപ്പോൾ നമുക്ക് 5 കാർബൺ ആറ്റംസ് എഴുതാം. 1, 2, 3, 4 and 5. 5 കാർബൺ ആറ്റംസ് ആർ there in the parent chain. ഇനി നമുക്കിവിടെ കൊടുത്തിരിക്കുകയാണ്, നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് 4-methyl, അതായത് 4th പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്പർ ചെയ്യാം 1, 2, 3, 4, 5. സോ 4th പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് അതായത് CH3 തന്നിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുകയാണ് 2-ene എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിൽ ആരുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെക്കൻഡ് പൊസിഷൻ ഡബിൾ ബോണ്ട് കൊടുത്തു. ഇനി നിങ്ങൾ നോക്കുക ആൽ എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതെന്താണ്, സെക്കൻഡറി സഫിക്സ് ആണ്. സെക്കൻഡറി സഫിക്സ് എന്ന് വെച്ചാൽ ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് AL ഫങ്ഷണൽ സെക്കൻഡറി സഫിക്സ് ആണ്. അപ്പം നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആയിരിക്കും. ആൽഡിഹൈഡ് നിങ്ങൾക്ക് അറിയാം, അത് ഫസ്റ്റ് പൊസിഷനിലായിരിക്കും. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ 2-enal എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഫസ്റ്റ് പൊസിഷനിലാണ് നമ്മൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ CHO എന്നാക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇതിന് റിമൈനിങ് വാലൻസീസ് ഓഫ് കാർബൺ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യാം. CH3 ഇവിടെ H ആണ്, ഇവിടെ H ആണ്, ഇവിടെയും H കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരേ ഒരു ഓപ്ഷനെ നമുക്കുള്ളൂ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ C ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആണല്ലോ. നമ്മൾ കുറച്ച് വന്നിരിക്കുന്ന 4-methyl pent-2-enolന്റെ സ്ട്രക്ചറാണ് നമ്മൾ വരച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം പേരന്റ് ചെയിനിന്റെ വെച്ചിട്ട് നമ്മൾ എത്ര കാർബൺ ആറ്റം എഴുതി, പിന്നെ സബ്സ്റ്റിറ്റ്യൂൻസിനെ എഴുതി, ഡബിൾ ബോണ്ടിനെ കൊടുത്തു, ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. അത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കോമ്പൗണ്ടിനെ താഴെ ഒന്നുകൂടി ഒന്ന് എടുത്ത് എഴുതാം. നോക്കൂ, ആ കോമ്പൗണ്ട് CH3 CH NH2 CH2 Cn. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഞാൻ തന്ന ആ ഒരു സീരീസ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ 2 ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, NH2 ഉണ്ട്, Cn ഉണ്ട്. അപ്പോൾ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ചിട്ട് Cn ഈസ് മോർ പ്രയോറിറ്റി ദാൻ NH2. അപ്പോൾ നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിന്റെ പേരന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സയനൈഡ് ആയിരിക്കും. അപ്പം ഈ പേരന്റ് ഫങ്ഷണൽ ഗ്രൂപ്പിനായിരിക്കണം ലോവസ്റ്റ് നമ്പർ കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കോമ്പൗണ്ടിനെ ഒന്ന് നമ്പർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്പർ ചെയ്യാം. അപ്പോൾ നമ്പർ ചെയ്യുമ്പോഴത്തേക്ക് നോക്കൂ, നമ്പർ ചെയ്യാണ് 1, 2, 3, 4. അപ്പോൾ ഇതാണ് നമ്മുടെ പേരന്റ് ചെയിൻ. അപ്പോൾ പേരന്റ് ചെയിനിൽ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ടാണ് ആര് വന്നിരിക്കുന്നത്? NH2 വന്നിരിക്കുന്നത്. അപ്പോൾ NH2 സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട സെക്കൻഡറി പ്രിഫിക്സ് ആയിട്ടാണ് നമ്മൾ അതിനെ കാണിക്കേണ്ടത്. അപ്പോൾ അതിന്റെ പേരെന്താണ്? അമിനോ. അപ്പോൾ നമ്മൾ ഈ കോമ്പൗണ്ടിന്റെ പേര് എഴുതി കഴിഞ്ഞാൽ ഏത് പൊസിഷനിലാണ് അമിനോ ഉള്ളത്? 3rd പൊസിഷൻ. അപ്പോൾ 3-amino. ഇനി അതാണ് നമ്മുടെ സെക്കൻഡറി പ്രിഫിക്സ് ആണ്. ഓക്കെ, സെക്കൻഡറി പ്രിഫിക്സ്. ഇനി ഒരു പ്രൈമറി പ്രിഫിക്സ് ഉണ്ടോ? ഇതൊരു സൈക്ലിക് കോമ്പൗണ്ട് ആണോ? അല്ല. അപ്പോൾ പ്രൈമറി പ്രിഫിക്സിന്റെ ആവശ്യമില്ല. ഇനി നോക്കൂ, റൂട്ട് നെയിം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പേരന്റ് ചെയിനിൽ എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ട്? അപ്പോൾ എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ട്? 4. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട റൂട്ട് നെയിം എന്താണ്? ബ്യൂട്ട്. അപ്പോൾ ഇതെന്താണ്? റൂട്ട് നെയിമാണ്. പ്ലസ് റൂട്ട് നെയിം കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ പരിപാടി എന്താ? പ്രൈമറി സഫിക്സ്. പ്രൈമറി സഫിക്സ് ഞാൻ പറഞ്ഞു കാർബൺ ബോണ്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാർബൺ ബോണ്ടും എന്താണ്? സിംഗിൾ ബോണ്ട് ആണ്. അപ്പോൾ നമ്മുടെ പ്രൈമറി സഫിക്സ് എന്ന് പറയുന്നത് ANE ആണ്. പ്ലസ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡറി സഫിക്സ്. സെക്കൻഡറി സഫിക്സ് എന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് സയനൈഡ് ആണ് അല്ലെങ്കിൽ നൈട്രൈൽ ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട IUPAC സെക്കൻഡറി സഫിക്സ് എന്ന് പറയുന്നത് നൈട്രൈൽ എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡറി സഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ സെക്കൻഡറി സഫിക്സ് വവ്വലിലല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്.
വവലിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 3 അമിനോ ബ്യൂട്ടേൻ നൈട്രൈൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരേ ഒരു ആൻസറുകൾ ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഏകദേശം ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ദ കറക്റ്റ് IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് ഈസ്. അപ്പോൾ ഇത് ഇത്തിരി വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കൊന്ന് വരയ്ക്കാം. കോമ്പൗണ്ട് ഇവിടെ വരച്ച് കഴിഞ്ഞാൽ നോക്കൂ, NO2 ഇവിടെ, അത് കഴിഞ്ഞ് ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, പിന്നെ ഇതാണ് നമുക്ക് ഇതിനുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കോമ്പൗണ്ടിനെ നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് കുറേ അധികം സംഭവങ്ങളുണ്ട്. NO2 ഉണ്ട്, CH3 ഉണ്ട്, CH3 ഉണ്ട്, കീറ്റോൺ ഉണ്ട്, ആൽഡിഹൈഡ് ഉണ്ട്, അങ്ങനെ കുറേ അധികം ഗ്രൂപ്പ്സുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള ആദ്യം നമ്മുടെ പേരന്റ് ചെയിനാണ് ഐഡന്റിഫൈ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ആൽഡിഹൈഡ് ഉണ്ട്, ഇവിടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്, ഇതാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. പിന്നെ കീറ്റോൺ ഉണ്ട്. കീറ്റോൺ എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ കീറ്റോൺ ഗ്രൂപ്പ്. NO2 ഉണ്ട്. NO2 നമ്മൾ എപ്പോഴും ഒരു പ്രിഫിക്സ് ആയിട്ടേ നമ്മൾ എടുക്കത്തുള്ളൂ. അത് നമ്മൾ ഒരിക്കലും ഒരു സഫിക്സ് ആയിട്ട് എഴുതത്തില്ല. അപ്പോൾ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം ആൽഡിഹൈഡ്, കീറ്റോൺ ഉണ്ട്, പിന്നെ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ പ്രയോറിറ്റി നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പ്രയോറിറ്റി ആൽഡിഹൈഡിനാണ്. അപ്പോൾ ആൽഡിഹൈഡിന് വേണം ലോവസ്റ്റ് നമ്പർ കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് ആൽഡിഹൈഡിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 5 6 ഇതാണ് നമ്മൾ 5 6, പിന്നെ ഇവിടെയാണ് 7 എന്നാണ് നമ്മുടെ നമ്പർ വരുന്നത്. ഓക്കെ, നമ്മൾ കാർബൺ ആദ്യം നമ്പർ ചെയ്ത് വിട്ടുപോയി. അപ്പോൾ 7 ആണ് നമ്പർ വരുന്നത്. ഓക്കെ, 7. ഇത് നമ്മൾ നോക്കും, ഈ പേരന്റ് ചെയിനിൽ ഇനി ബാക്കിയുള്ള ആരൊക്കെ ഉണ്ടോ അവരൊക്കെയാണ് നമ്മൾ അവരെ സബ്സ്റ്റിറ്റ്യൂൻസ് എന്നാണ് പറയുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂൻസിനെ നമ്മൾ എങ്ങനെ എഴുതുക? പ്രിഫിക്സ് ആയിട്ടാണോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂൻസിനെ എഴുതാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കൂ, NO2 ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ NO2നെ എനിക്ക് എന്തായിട്ട് എഴുതാം? നൈട്രോ, അതൊരു സബ്സ്റ്റിറ്റ്യൂൻ്റ് ആണ് ഇവിടെ. അതുകൂടാതെ ഇവിടെ ഇപ്പോൾ CH3 ഉണ്ട്. CH3 എന്താണ്? മീഥൈൽ. അത് മാത്രമല്ല ഇപ്പോൾ കീറ്റോൺ എന്നൊരു ഗ്രൂപ്പ് അതിലുണ്ട്. അപ്പോൾ കീറ്റോൺ ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനെ പേരന്റ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എല്ലാം അവരെല്ലാം പിന്നെ എന്തായിരിക്കും? ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിരിക്കും. അപ്പോൾ കീറ്റോൺ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഓക്സോ. എന്താണ്? ഓക്സോ. അപ്പോൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂൻസ് ആരൊക്കെയാണ്? നൈട്രോ, മീഥൈൽ, ഓക്സോ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂൻസിനെ എല്ലാം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എഴുതുമ്പോൾ ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം ഇതിനെ എഴുതാനായിട്ട്. നിങ്ങൾക്കറിയാം M ആണ്, പിന്നെ N ആണ്, പിന്നെ O ആണ്. അപ്പോൾ നമ്മൾ നെയിം എങ്ങനെ വരും? നമ്മളിപ്പോൾ എഴുതി കഴിഞ്ഞാൽ ആദ്യം സെക്കൻഡറി പ്രിഫിക്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? സബ്സ്റ്റിറ്റ്യൂൻസ് ആണ്. സൈക്ലിക് കോമ്പൗണ്ട് ഇല്ല, അപ്പം പ്രൈമറി പ്രിഫിക്സ് ഇല്ല. റൂട്ട് നെയിം എന്ന് വെച്ചാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ പേരന്റ് ചെയിൻ ആണ്. പിന്നെ അത് കഴിഞ്ഞ് പ്രൈമറി സഫിക്സ്, കാർബൺ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഞാനൊക്കെ സൂചിപ്പിക്കുന്നതാണ് പ്രൈമറി സഫിക്സ്. അത് കഴിഞ്ഞാൽ സെക്കൻഡറി സഫിക്സ് നമ്മുടെ പേരന്റ് ഫങ്ഷണൽ ഗ്രൂപ്പിനെയും ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും ഒരു ലോജിക് വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം സെക്കൻഡറി പ്രിഫിക്സ് ആണ് എഴുതേണ്ടത്. അത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം എഴുതാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കും, നമുക്ക് M ഉണ്ട്, N ഉണ്ട്, O ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് 4 മീഥൈൽ, റൈറ്റ്. ഇനി അത് കഴിഞ്ഞാൽ N ആണോ O ആണോ വരിക? N. സോ നമ്മൾ അടുത്ത് എഴുതും 6 നൈട്രോ. അത് കഴിഞ്ഞാൽ 3 ഓക്സോ. അത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂന്റ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പേരന്റ് ചെയിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. പേരന്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 7. അപ്പോൾ നമ്മൾ എഴുതും ഹെപ്റ്റ്. അപ്പോൾ പേരന്റ് ചെയിൻ കഴിഞ്ഞു. ഇനി എന്നിട്ട് കാർബൺ നേച്ചർ ഓഫ് കാർബൺ കാണിക്കണം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് 4th പൊസിഷനിൽ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. സോ ഹെപ്റ്റ് 4En. ഓക്കെ, En എഴുതുന്നില്ല, ഞാൻ എന്താണെന്ന് പറയാം. 4Ne. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിൽ നമ്മുടെ പേരന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. എന്താണ് അത്? ആൽഡിഹൈഡ് ആണ്. ആൽഡിഹൈഡിന് നമ്മൾ പേരന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് AL എന്നാണ് കൊടുക്കുക. അപ്പോൾ EANAL എന്ന് പറയാം, ഈനാൽ. അപ്പം ഇവിടെ സ്റ്റാർട്ടിങ് വിത്ത് വോവൽ ആയതുകൊണ്ടാണ് നമ്മൾ EN EL ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ എന്താണ്? 4 മീഥൈൽ, 6 നൈട്രോ, 3 ഓക്സോ, ഹെപ്റ്റ് 4 ഈനാൽ എന്ന് പറയുന്ന ഓരോ ആൻസറുകൾ. അതാണ് നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇത് ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ചൂസ് ദ കറക്റ്റ് നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഗിവൺ ബിലോ. അപ്പോൾ നമുക്ക് ഈ കോമ്പൗണ്ടിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വരയ്ക്കാം. നോക്കൂ, CH3 C ട്രിപ്പിൾ ബോണ്ട് C പിന്നെ ഇങ്ങോട്ടൊരു ഡബിൾ ബോണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ CH3 ആണ്, ഇവിടെ Br ഉണ്ട്, ഇവിടെ കാർബണിൻ്റെ വാലൻസ് സാറ്റിസ്ഫൈ ചെയ്ത് ഇവിടെ ഹൈഡ്രോജനെ വരച്ചു.
ഇനിയിപ്പോൾ ഈ കോമ്പൗണ്ടിനെ നമ്പർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടു നമ്പർ ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്പർ ചെയ്യണം 1 2 3 4 5 6. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്ന ലോക്ക് ആൻഡ് സെറ്റ് ഏതൊക്കെയാണ്? ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടിൻ്റെ 2, ഡബിൾ ബോണ്ടിൻ്റെ 4, പിന്നെ ബ്രോമിൻ്റെ 5. അപ്പോൾ നമുക്ക് കിട്ടിയ ലോക്ക് ആൻഡ് സെറ്റ് ഏതാണ്? 2, 4, 5. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടി നമുക്കൊന്ന് നമ്പർ ചെയ്യാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടി നമുക്ക് നമ്പർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്പർ ചെയ്യാം 1 2 3 4 5 6. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്പർ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് സെക്കൻഡ് പൊസിഷനിൽ ബ്രോമിനും ഉണ്ട്, സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ എഴുതി 2, 2. പ്രശ്നമുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഫോർത്ത് പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. അപ്പോൾ 2, 2, 4. അപ്പോൾ 2, 4, 5 ആണോ 2, 2, 4 ആണോ? ഏതാ സ്മോൾ നമ്പർ? 2, 2, 4. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് RHSൽ നിന്നുള്ള നമ്പറാണ്. 2, 2, 4 എന്നുള്ള നമ്പറിംഗ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ നെയിം ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിനകത്ത് ഇപ്പം നമ്മുടെ ആകെ ഒരു സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് ബ്രോമിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് പൊസിഷനിലാണ്. അപ്പോൾ നമ്മളൊന്ന് കൊടുക്കുക 2 ബ്രോമോ എന്ന് കൊടുത്തു. 2 ബ്രോമോ. ഇനി നിങ്ങൾ നോക്കൂ, പേരന്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 അല്ലേ? സോ നമ്മൾ എഴുതി ഹെക്സ്. ഇനി നിങ്ങൾ നോക്കി പറയൂ, ആദ്യം നമ്മൾ ഡബിൾ ബോണ്ടിന്റെ പൊസിഷനാണ് എഴുതുന്നത്. ഡബിൾ ബോണ്ടിന്റെ പൊസിഷന് സെക്കൻഡ് പൊസിഷനാണ്. സോ 2En. അത് ENY ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ENE എഴുതാഞ്ഞെന്നുള്ളത്. അത് കഴിഞ്ഞ് ഫോർത്ത് പൊസിഷനിൽ YNE ആണുള്ളത്. 4 എന്നാണ് വരുന്നത്. അപ്പോൾ ഐൻ എന്ന് നമ്മൾ സൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് വൈ ഒരു വവ്വലല്ല, പക്ഷെ ഐൻ എന്നാണ് നമ്മൾ സൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വവ്വലിനെ പോലെയാണ് സൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ENEയിലെ ഈനെ ക്യാൻസൽ ചെയ്ത് 4 വൈൻ എന്ന് എഴുതും, ഐൻ എന്ന് എഴുതും. മനസ്സിലായോ? അപ്പോൾ ഇനി നിങ്ങൾക്ക് 2 ബ്രോമോ, ഹെക്സ് 2 4 വൈൻ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ ബി ഉണ്ട്, ഓപ്ഷൻ ഡി ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് നിങ്ങൾ നോക്കിക്കോ. അവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം തന്നിട്ടുണ്ട്. അപ്പം എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു കാർബൺ ഡബിൾ ബോണ്ട് എടുത്തിട്ട് ഇപ്പം നമ്മളൊരു കാർബൺ, ഞാൻ ചുമ്മാ ഒരു കോമ്പൗണ്ട് എടുക്കുകയാണ്, ഫ്ലൂറിന്, ക്ലോറിന്, ഹൈഡ്രജന്, ബ്രോമിൻ. അപ്പോൾ നമ്മളിവിടെ നമ്പർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഫ്ലൂറിനാണോ ക്ലോറിനാണോ ഹയസ്റ്റ് അറ്റോമിക് നമ്പർ? ക്ലോറിനാണ് ഹയസ്റ്റ് അറ്റോമിക് നമ്പർ. അപ്പോൾ ഞാൻ ക്ലോറിന് 1 എന്ന് കൊടുത്തു, ഫ്ലൂറിന് 2 എന്ന് കൊടുത്തു. ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ നോക്കൂ, ഹൈഡ്രജൻ ആണോ ബ്രോമിൻ ആണോ ഹയസ്റ്റ് അറ്റോമിക് നമ്പർ? ഹൈഡ്രജൻ. അപ്പോൾ ഞാൻ ഹൈഡ്രജന് 1 എന്ന് കൊടുത്തു, ബ്രോമിന് 1 എന്ന് കൊടുത്തു, ഹൈഡ്രജന് 2 എന്നും കൊടുത്തു. ഹൈഡ്രജനെയും ബ്രോമിനെയും കമ്പയർ ചെയ്യുമ്പോൾ ബ്രോമിൻ ആണ് ഹയസ്റ്റ് അറ്റോമിക് നമ്പർ. അപ്പം ബ്രോമിന് 1 എന്ന് കൊടുത്തു, ഹൈഡ്രജന് 2 എന്നും കൊടുത്തു. ഇനി നിങ്ങൾ നോക്കൂ, 1ഉം ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്നാണ് പറയുക. ഇനി 1ഉം സെയിം സൈഡ് ആയിട്ട് പോകും. ഇപ്പം ഞാൻ എടുക്കുകയാണ്, ഒരു എക്സാമ്പിൾ എടുത്തു, C ഡബിൾ ബോണ്ട്. അപ്പോൾ ഞാൻ എടുത്തു ക്ലോറിൻ, ബ്രോമിൻ, ഹൈഡ്രജൻ, ദെൻ ഇവിടെ എടുക്കും ഓക്സിജൻ, OH എന്നൊരു എക്സാമ്പിൾ എടുത്തു. അപ്പോൾ ഇവിടെ ക്ലോറിൻ ആണോ ഓക്സിജൻ ആണോ ഹയസ്റ്റ് അറ്റോമിക് നമ്പർ? ക്ലോറിൻ. അപ്പോൾ ഇവിടെ സെക്കൻഡ് ആയി. ഇനി ഇവിടെ ബ്രോമിനും ഹൈഡ്രജനും എടുത്തു. ആർക്കാണ് ഹയസ്റ്റ് അറ്റോമിക് നമ്പർ? ബ്രോമിൻ. അപ്പോൾ 1 എന്ന് കൊടുത്തു, 2 എന്ന് കൊടുത്തു. അപ്പോൾ 1 സെയിം സൈഡ് വരുവാണെങ്കിൽ അത് Z ആയിരിക്കും, Z ഫോം ആയിരിക്കും. റൈറ്റ്? ഇനി അതേ ലോജിക്ക് നമുക്ക് തന്നിട്ടുള്ള കോമ്പൗണ്ടിൽ നമുക്കൊന്ന് യൂസ് ചെയ്യാം. ആദ്യം ഞാൻ ഈ നമ്പേഴ്സൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. അത് നമുക്ക് ആ ഒരു ലോജിക്ക് ഈ ഒരു നമുക്ക് തന്നിട്ടുള്ള കോമ്പൗണ്ടിൽ ഒന്ന് കൊടുക്കാം. നമ്മുടെ കാർബൺ ഡബിൾ ബോണ്ടിന് ചുറ്റുമുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ആദ്യത്തെ സൈഡ് നോക്കൂ, CH3യും Br. ആർക്കാണ് ഹയസ്റ്റ് അറ്റോമിക് നമ്പർ? ബ്രോമിൻ. കാർബൺ അത് കഴിഞ്ഞിട്ടുള്ള അറ്റോമിക് നമ്പറാണ്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാർബൺ ലോവർ അറ്റോമിക് നമ്പർ ദാൻ ബ്രോമിൻ ആണ്. അപ്പോൾ ഇവിടെ 2 എന്ന് വരണം. ഇനി ഹൈഡ്രജനും ഇതും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് ഹയസ്റ്റ് അറ്റോമിക് നമ്പർ? കാർബൺ ആണ്. ഇവിടെ 2 വരും. അപ്പോൾ 1 ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇത് E ഫോം ആണ്. സോ ദിസ് പർട്ടിക്കുലർ ഡബിൾ ബോണ്ട് ഈസ് E ഫോം. അപ്പം ഡബിൾ ബോണ്ടിന്റെ നമ്പർ നമ്മൾ ഓൾറെഡി പറഞ്ഞത് എത്രയാണ്? സെക്കൻഡ് പൊസിഷൻ ആണ്. സോ ദ നെയിം ഓർ ദി ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് 2E, 2 ബ്രോമോ, ഹെക്സ് 2E 4 വൈൻ. സോ ആൻസർ D. D ഈസ് ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നോക്കൂ, the IUPAC name for the following compound is. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കോമ്പൗണ്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് എഴുതുവാണ്. CHO, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരച്ചിരിക്കുന്നു, ഇങ്ങനെ ഡബിൾ ബോണ്ട്, പിന്നെ ഇങ്ങനെ വരച്ചിരിക്കുന്നു COOH, CH3, CH3. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള
കോമ്പൗണ്ട്. അപ്പോൾ നമുക്കിവിടെ പ്രധാനമായിട്ടും രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പാണുള്ളത്. ഒന്ന് ആൽഡിഹൈഡും പിന്നെ ഉള്ളത് കാർബോക്സിലിക് ആസിഡുമാണ്. അപ്പോൾ ആൽഡിഹൈഡും കാർബോക്സിലിക് ആസിഡും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡിനാണ് മോർ പ്രയോറിറ്റി. അപ്പം കാർബോക്സിലിക് ആസിഡിന് എന്ത് വേണം, നമ്പർ ചെയ്യുമ്പം ലോവസ്റ്റ് നമ്പർ കിട്ടണം. ഓക്കെ, നമ്മൾ നമ്പർ ചെയ്യാണ് 1 2 3 4 5 6. ഇതാണ് നമ്മുടെ പേരൻറ്റ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ പേരൻറ്റ് ചെയിനായിട്ട് നമുക്കിതിനെ കിട്ടി. അപ്പോൾ ഇനി നമ്മൾ എന്ത് വേണം, ഇനി നമ്മുടെ ആ ഓർഡറിൽ എഴുതണം. പ്രിഫിക്സ് എന്ന് വെച്ചാൽ ആരൊക്കെയാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവൻസ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ മീഥൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടാണ്. ഇതൊരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്, മീഥൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്. ഇതും സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്, മീഥൈലാണ്. പിന്നെ അത് കൂടാതെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പം CHO എന്ന് പറയുന്നത് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. പക്ഷെ അത് CHOനെ കൂടാതെ നമുക്കിവിടെ എന്തുണ്ട്, കാർബോക്സിലിക് ആസിഡും കൂടിയുണ്ട്. അപ്പോൾ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ അതിൽ ഒരാൾ പേരൻ്റ് ആവും, മറ്റേ എന്താവും, സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആവും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ CHO എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്. അപ്പം സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണെങ്കിൽ പക്ഷെ എന്താണ്, പേരൻറ്റ് ചെയിൻ്റെ ഭാഗമാണ്. അപ്പോൾ പേരൻറ്റ് ചെയിൻ്റെ ഭാഗമായിട്ട് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് CHO വരുവാണെങ്കിൽ നമ്മൾ അന്നേരം അവിടെ യൂസ് ചെയ്യേണ്ടത് ഓക്സോ എന്ന പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി പേരൻറ്റ് ചെയിൻ്റെ അല്ലാതെ ആണ് CHO വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഫോർമൈൽ യൂസ് ചെയ്യണം. അത് എക്സാമ്പിൾ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഈ ഒരു കോമ്പൗണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവൻസ് മീഥൈൽ ഓക്സോ ആണ്. നിങ്ങൾക്കറിയാം M കഴിഞ്ഞിട്ടാണ് O വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് വേണം, M-നെ എഴുതണം. അപ്പോൾ നെയിം എങ്ങനെ വരും, 2, രണ്ടാമത്തെ പൊസിഷനിലും അഞ്ചാമത്തെ പൊസിഷനിലും മീഥൈലുണ്ട്. എത്ര മീഥൈലുണ്ട്, 2 മീഥൈൽ. സോ ഡൈ മീഥൈൽ. പിന്നെ എത്രാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളത്, 6ാമത്തെ പൊസിഷൻ. സോ 6 ഓക്സോ. അപ്പം പ്രിഫിക്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ കോമ്പൗണ്ടിന്റെ പേരൻറ്റ് ചെയിൻ റൂട്ട് നെയിം എത്ര കാർബൺ ആറ്റം ഉണ്ട്, 6. അപ്പം നമ്മൾ ഹെക്സ്. ഓക്കെ, ഹെക്സ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ എന്താണ്, കാർബൺ ഡബിൾ ബോണ്ട്. അല്ലെങ്കിൽ എന്താണ് കാർബൺ നേച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ 3rd പൊസിഷൻ ഡബിൾ ബോണ്ട് ഉണ്ട്. സോ ഹെക്സ് 3 പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ ആരുണ്ട്, കാർബോക്സിലിക് ആസിഡ് ഉണ്ട്. അപ്പം നമ്മൾ ഓയിക് ആസിഡ്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കൂ, E ആണ് എഴുതിയത്. അപ്പോൾ ഓയിക് ആസിഡ് എന്ന് എഴുതി. അപ്പോൾ ഇത് വൗവലി സ്റ്റാർട്ട് ചെയ്തത്, സെക്കൻഡറി സഫിക്സ് വൗവലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രൈമറി സഫിക്സിൻ്റെ ഈനെയും ക്യാൻസൽ ചെയ്ത് ഈനോയിക് ആസിഡ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ വരുന്ന ഒരേ ഒരു ആൻസർ ഏതാണ്, ആൻസർ 2,5 ഡൈമീഥൈൽ 6 ഓസോ ഹെക്സ് 3 ഇനോയിക് ആസിഡ്. അതായത് ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളടുത്തൊക്കെ കാണിച്ചു തന്ന പോലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ നിങ്ങളടുത്ത് ഇപ്പോൾ ഒരു പറഞ്ഞില്ല, ഈ ഒരു കോമ്പൗണ്ട് നെയിം നോക്കൂ. ഈ ഒരു കോമ്പൗണ്ട് ഞാൻ വരയ്ക്കുകയാണ്. ഒരു കോമ്പൗണ്ട് നോക്കി ഞാൻ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ CHO ആണ്, ഇവിടെ COH. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് IUPAC നോമൻക്ലേച്ചർ നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ഇതാണ് കാർബോക്സിലിക് ആസിഡ് വരുന്നത്. അപ്പോൾ കാർബോക്സിലിക് ആസിഡ് ആണ് നമ്മുടെ പേരൻറ്റ് ചെയിനിൽ വരേണ്ട പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ബിക്കോസ് ഹയസ്റ്റ് പ്രയോറിറ്റി കാർബോക്സിലിക് ആസിഡിനാണ് NCERT പ്രകാരം. അപ്പോൾ നമ്മൾ നമ്പർ ചെയ്യാണ് 1 2 3 4 5 6. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ഒരു കോമ്പൗണ്ട് നമ്പർ ചെയ്തപ്പോൾ ഈ നമ്മൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദി പേരൻറ്റ് ചെയിനിൻ്റെ പാർട്ടല്ല. പാർട്ട് എന്ന് വെച്ചാൽ നമ്മൾ നമ്പർ, ഇപ്പോൾ പ്രീവിയസ് എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പേരൻറ്റ് ചെയിനിലെ ഒരു നമ്പറിങ്ങിലൊരു പാർട്ടാണ് CHO ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ ഓക്സോ എന്ന് യൂസ് ചെയ്തു. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പേരൻറ്റ് ചെയിനിലെ ഒരു നമ്പറിങ് അതിനകത്ത് വന്നിട്ടില്ല. ഇവിടെ ഞാൻ 3 എന്നോ 4 എന്നോ ഈ ഒരു പർട്ടിക്കുലർ കാർബണിൽ എഴുതിയില്ല. അപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് എന്തെന്ന് പറയുന്നത്, ഫോർമൈൽ. അപ്പോൾ ഈ ഒരു കേസിൽ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് എന്തായിരിക്കും, ഫോർമൈൽ എന്നായിരിക്കും. ഇത് കീറ്റോൺ ആണ്. അപ്പോൾ കീറ്റോൺ ആയതുകൊണ്ട് ഈ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രിഫിക്സ് ആയിട്ട് കീറ്റോൺ വരുമ്പോൾ അതിൻ്റെ പേര് വരേണ്ടത് ഓക്സോ എന്നാണ്. കാരണം ഇവിടുത്തെ പേരൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ കാർബോക്സിലിക് ആസിഡ് ആണ്. ബാക്കിയുള്ളവരെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി പോകും, പ്രിഫിക്സ് ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ കോമ്പൗണ്ടിൻ്റെ പേര് എഴുതാൻ എളുപ്പമാണ്. രണ്ടാമത്തെ പൊസിഷനിൽ ആരാണുള്ളത്, ഫോർമൈൽ. സോ 2 ഫോർമൈൽ. അത് കഴിഞ്ഞിട്ട് 4 ഓക്സോ. അത് കഴിഞ്ഞിട്ട് ഇപ്പം സെക്കൻഡറി പ്രിഫിക്സ് കഴിഞ്ഞു. ഈ കോമ്പൗണ്ടിൽ പ്രൈമറി പ്രിഫിക്സ് വരുമോ, വരും. വൈ, ബിക്കോസ് ഇറ്റ് ഈസ് എ സൈക്ലിക് കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഇത് സൈക്ലോ ഹെക്സ്. റൂട്ട് നെയിമേ കഴിഞ്ഞു. നേച്ചർ ഓഫ് കാർബൺ എന്താണ്, ANE ആണ്. കാരണം എന്ന് വെച്ചാൽ സിംഗിൾ ബോണ്ടാണ്. എല്ലാ കാർബൺ ബോണ്ടും എന്താണ്, സിംഗിൾ ബോണ്ട്. സൈക്ലോ ഹെക്സെയിൻ ആണ്. ഇനി നമ്മുടെ സെക്കൻഡറി പ്രിഫിക്സ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. സെക്കൻഡറി പ്രിഫിക്സ് എന്ന് വെച്ചാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് ആണ്. നിങ്ങൾ നോക്കൂ, ഒരു സൈക്ലിക് റിങ്ങിലോട് COH ഇങ്ങനെ ഡയറക്റ്റ് കണക്റ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ ആ കോമ്പൗണ്ടിന് എഴുതുക സൈക്ലോ ഹെക്സെയിൻ കാർബോക്സിലിക് ആസിഡ് എന്നായിരിക്കും അതിൻ്റെ നെയിം വരാം. OIC ആസിഡ് എന്നല്ല ആ ഒരു കേസിൽ നമ്മൾ എഴുതേണ്ടത്. നിങ്ങൾ നോക്കിയാൽ സൈക്ലോ ഹെക്സെയിൻ, ഇതാണ് സൈക്ലോ ഹെക്സെയിൻ.
അപ്പോൾ സൈക്ലോഹെക്സൈനിൽ ഒരു കാർബോക്സിലിക് ആസിഡ് കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ അതിനെ പറയും സൈക്ലോഹെക്സൈൻ കാർബോക്സിലിക് ആസിഡ് എന്നാണ് ആ ഒരു കോമ്പൗണ്ടിൻ്റെ നെയിം വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു ഏകദേശം ഞാൻ നിങ്ങൾക്ക് റിവൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് കുറേയധികം ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ജെഇക്കും നീറ്റിനും കീമിനും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് പഠിച്ചിട്ട് ഇതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടി അറ്റംപ്റ്റ് ചെയ്തിട്ട് ഡൗട്ടുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സിനോടൊക്കെ ഡിസ്കസ് ചെയ്യാം. മാത്രമല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഇതിൽ നിന്ന് ചെയ്ത് നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ഒരു നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാനായിട്ട് പറ്റും. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.